ഡിജോ ജോസ് ആൻ്റണിയുടെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തു വന്നു. സിനിമയുടെ ടീസർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സീരിയസ് മോഡലാണ് സിനിമയുടെ ടീസർ പോകുന്നത്. മലയാളി ഫ്രം ഇന്ത്യയിൽ കോമഡിയും സോഷ്യൽ കണ്ടൻറ്റും ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്നാണ് ഈ ഒരു സിനിമയുടെ ടീസർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് കോമഡി മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമ കാണാൻ ആരും തിയേറ്ററിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഡിജോ ജോസ് ആൻ്റണി ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിരുന്നു. ക്ലബ് എഫ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന 2 സിനിമകളായ പള്ളിച്ചട്ടമ്പി, ജനഗണമന 2 എന്നീ സിനിമകളെപ്പറ്റി ചില അപ്ഡേറ്റുകൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. ടൊവിനോ തോമസിൻ്റെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമ ഒരുപാട് വർഷങ്ങളായി അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റി ഡിജോ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. പള്ളിച്ചട്ടമ്പി എന്നൊരു പടം ഉണ്ട്, അത് ടോവിനോ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആണോ പോസ്റ്റർ ഇറക്കിയിട്ട് ഒരു 3-4 വർഷമായിരുന്നു ചെയ്യേണ്ട. ബൈ ഇതൊക്കെ നടപടി ആവണ്ടേ, ഇതൊക്കെ ചെയ്താൽ ഭയങ്കര വലിയ സിനിമയാണ്. അപ്പോൾ അത് പ്രോബ്ലം ഞാൻ ജാനുവരി സ്റ്റാർട്ട് ചെയ്യും, കിട്ടിലും പരിപാടി. അപ്പോൾ അത് ജസ്റ്റ് അല്ല സുരേഷ് ബാബു എന്ന് പറഞ്ഞു, സുരേഷ് ആണ് റൈറ്റർ. അപ്പോൾ അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം. അപ്പോൾ അതിന് അതുപോലെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലി അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് ഏർലി. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം മുതൽ ആരംഭിക്കും. അതുപോലെ സുരേഷ് ബാബു ആണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് തിരക്കഥ ഒരുക്കുന്നത്. സുരേഷ് ബാബു തന്നെയാണ് ലാലേട്ടൻ്റെ ഷിക്കാർ എന്ന സിനിമയ്ക്കായിട്ടും തിരക്കഥ ഒരുക്കിയത്. എന്തായാലും പള്ളിച്ചട്ടമ്പി എന്ന സിനിമ ഒരു വലിയ സിനിമയാണെന്നാണ് ഡിജോ പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റിലേക്കായി. ജനഗണമന 2 എന്ന സിനിമയുടെ അപ്ഡേറ്റും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജനഗണമന 2 ഡിസ്കഷൻസും റൈറ്റ്. ഇപ്പോൾ ആക്ച്വലി ഈ ആഴ്ച രാജുവിനെ ഒന്ന് കണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പരിപാടി പറയാനിരിക്കുകയാണ് ബേസിക്കലി. പക്ഷേ എനിക്കൊന്ന് എംബ്രാൻ്റെ ഷൂട്ടും അങ്ങനെ രാജു തിരക്കാണ്. നമ്മൾ ഈ പടത്തിൻ്റെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളത് ഗ്രീൻ ഫ്ലാഗോട് കൂടി ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സ് ഒരുവിധം ഞങ്ങളുടെ ഡിസ്കഷൻ ഫേസ് ഒന്ന് തുടങ്ങി ചാലുമായി ഓൾമോസ്റ്റ് ഒരു 60-70% കഴിഞ്ഞു. ഇനിയൊന്നും രാജുവിനെ ഒന്ന് കാണാം, ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നീങ്ങാമെന്നാണ്. ഡെഫിനറ്റ്ലി ജനഗണമന 2 എല്ലാവരും പറയുന്നുണ്ട് അത് എപ്പോഴാണ്. അപ്പോൾ അവർക്കുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ജനഗണമന 2 ഈസി ഗെയിം അല്ല. ജനഗണമന നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് തന്നോ അതിലേറെ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കും ഇവരും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അത് ഞങ്ങൾ ഡെലിവറി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം വേണം. അപ്പോൾ ആ സമയം എടുത്ത് തന്നെ ഞങ്ങൾ വരവ് ഒരു ഗംഭീര വരവ്. അപ്പോൾ ജനഗണമന 2 സിനിമയുടെ ഏകദേശം 70% സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഉടനെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും ആരംഭിക്കില്ല. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.